ഹലോ, വെൽക്കം ബാക്ക് ടു ഓൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഉള്ളിലെ ശുദ്ധീകരണം. ആ ഒരു വിഷയത്തോട് അടിസ്ഥാനമാക്കി നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് കർത്താവിലേക്ക് തിരിയുക എന്നുള്ളൊരു വിഷയത്തെയാണ്. കർത്താവിലേക്ക് തിരിയുക എന്നതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നത് ഒരു വ്യക്തി അത് സംഭവിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുമ്പോൾ അവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അവിടെ കർത്താവിലേക്ക് തിരിയുക എന്നുള്ള പ്രാധാന്യമാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കാതെ ആർക്കും കർത്താവിലേക്ക് ആ തിരിയുള്ളൊരു ബന്ധം ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരു പാപങ്ങളെ മോചനത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ സ്നാനം ഏൽക്കുന്നത്, ഇവിടെ കർത്താവിലേക്കാണ് തിരിയൽ സംഭവിക്കുന്നത്. ആ ഒരു വിഷയം മനസ്സിലാക്കാതെയാണ് നമ്മൾ ആ സ്നാനപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ മൂടുപടം ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കുക, സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ആ സുവിശേഷത്തിൽ അവൻ അവൻ തിരുവഴുത്തിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അവൻ ഇനി തേജസ്സിൽ പ്രത്യക്ഷനാകും എന്നുള്ള ഒരു വ്യക്തി കർത്താവിലേക്ക് തിരിയൽ സംഭവിക്കുന്ന സുവിശേഷമാണത്, ഒരു സദ്വാർത്ത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ 2 കൊരിന്ത്യർ 4:4 നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ എല്ലാം നോക്കുമ്പോൾ പ്രസംഗം കേൾക്കുന്ന ആൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? അവൻ ന്യായപ്രമാണത്തിലേക്കാണ് തിരിയുന്നത്. അവിടെ അവൻ്റെ മരണശുശ്രൂഷയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വചനം കേൾക്കുമ്പോഴാണ് അവൻ തന്നെ പരിശോധിച്ച് തനിക്ക് എവിടെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഒരു വ്യക്തിയിൽ വരുന്നത്. അപ്പോൾ ആ കേൾവി വരുന്നത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, അതിൻ്റെ പ്രകാശം എങ്ങനെയാണ് ഒരു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്നത്, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ തിരിയലാണ് സംഭവിക്കുന്നത്, ആ പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ളൊരു തിരിയൽ. അപ്പോൾ ആ തിരിയെന്ന് പറഞ്ഞാൽ കർത്താവിലേക്കാണ്, ജീവനിലേക്കാണ് നമ്മൾക്ക് ആ ഒരു തിരിയൽ സംഭവിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ കേൾക്കുന്ന ആൾ കർത്താവിലേക്ക് തിരിയുന്നില്ല എങ്കിൽ, ആ വ്യക്തി സുവിശേഷം അനുസരിക്കുന്നില്ല എങ്കിൽ ആ മൂടുപടം ഒരിക്കലും മാറുന്നില്ല. അതങ്ങനെ തന്നെ അവൻ്റെ ആ കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാളത് ആ മൂടുപടം മാറുന്നില്ല എങ്കിൽ അയാൾ നശിക്കുകയാണ് ചെയ്യുന്നത്, അയാൾ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 2 കൊരിന്ത്യർ 3:16, 4:3 ഈ വാക്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പാപമോചനം എന്ന് പറയുന്നത് ശരിക്കും ആ സുവിശേഷം മാറ്റം കൊണ്ടുവരുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം എന്ന് പറയുന്നത് പാപത്തെയാണ് അവിടെ, ഒരു വ്യക്തിയുടെ പാപത്തെയാണ് അവിടെ ഊന്നിക്കാണിക്കുന്നത്. ആ പാപം നീങ്ങണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ പാപത്തിന്റെ മോചനത്തിനാണ് സ്നാനമേൽക്കുന്നത്. അപ്പോൾ ആ തുടർച്ചയായിട്ടുള്ള തിരിയലാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പാപമോചനത്തിനെ കുറിച്ചാണ് അവിടെ പ്രസംഗിക്കപ്പെടുന്നത്. ഈ പാപമോചനം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ സുവിശേഷ ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ മാറ്റമില്ലാതെ പറയുന്നത് പാപത്തെ നിർവചിക്കുമ്പോൾ ന്യായപ്രമാണം തുടർച്ചയായി കാണാൻ കഴിയുന്ന അത് തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ന്യായപ്രമാണം എന്താണ് ചെയ്യുന്നത്? അത് കൊല്ലുന്നു, അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മുഖം. അപ്പോൾ അത് കേൾക്കുന്നവരുടെ മുഖവും കൂടി അവിടെ തിരിയണം, അല്ലെങ്കിൽ ഹൃദയം തിരിയണം കർത്താവിലേക്ക്. പൗലോസ് ഫിലിപ്പിനോട് പറഞ്ഞു, ഞാൻ പിടിച്ചിരിക്കുന്നത് നിരൂപിക്കുന്നില്ല. അവൻ എന്താ പറയുന്നത്? അവൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതാണ് അവൻ ആഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ പരമവിളിയുടെ വിരുദ്ധിനായി ലാക്കിലേക്ക് കൊടുക്കും. ഫിലിപ്പിയർ 3:13-14 വരെയുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവവചനം ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ പാപമോചനത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ട് കിടക്കുന്ന ജനത്തിനൊരു വെളിച്ചം, അല്ലെങ്കിൽ അവർക്കൊരു ജീവൻ കൊടുക്കുന്നതാണ് ഈ വചനം എന്ന് പറയുന്നത്. സുവിശേഷം അറിയുമ്പോൾ പ്രത്യേകമായിട്ട് വാസ്തവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നവരുടെ ചെവിയിലേക്ക് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ ആ മാറ്റമില്ലാത്ത ആ ഒരു കാര്യത്തെയാണ്, കർത്താവിലേക്ക് തിരിയുക എന്നുള്ള ഒരു വിഷയം. അത് എങ്ങനെയാണ്? പാപമാണ്, ഒരു വ്യക്തി പാപത്തിലാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യത്തെയാണ് അവിടെ ഊന്നി കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കർത്താവിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തോട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തിരിയുക എന്നുള്ളതും കൂടി. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ, അതായത് നമ്മുടെ ഈ ഒരു വിഷയം യഥാർത്ഥമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തിരിയുക എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരുടെയും ജാതികളുടെയും കണ്ണ് തുറക്കേണ്ടതിനാണ് യേശു എന്താണ് അവിടെ പൗലോസിനെ അയക്കുന്നത്. അതായത് അവരുടെ ആത്മീയ കണ്ണുകളെ തുറക്കാൻ വേണ്ടി, അവരുടെ ഹൃദയത്തെ തുറക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ തിരിയുക എന്നതാണ് ലക്ഷ്യം. ആ ഒരു കാര്യത്തെ ഊന്നലാണ് അവിടെ കൊടുക്കുന്നത്, ആ ലക്ഷ്യത്തെയാണ് അവിടെ ഊന്നി പറയുന്നത്. അതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിയണമായിരുന്നു അവർ. ആ ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ അവരെല്ലാവരും എന്താണ്, സാത്താൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കിടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് സ്വതന്ത്രം ലഭിക്കാൻ വേണ്ടി അവരെന്താണ്, അവർ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടതാണ് അപ്പോസ്തല പ്രവൃത്തി 2:38, മാനസാന്തരപ്പെടുക, യേശുവിൻ്റെ അധികാരത്തിൽ, അതായത് പാപങ്ങളുടെ മോചനത്തിന് സ്നാനമേൽക്കാൻ എന്താണ്, പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 3:19 നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മാനസാന്തരപ്പെടുക, പാപങ്ങൾ മാഞ്ഞു കിട്ടണമെങ്കിൽ എന്താണ്, നമ്മൾക്ക് മാനസാന്തരവും അതുപോലെ തന്നെ കർത്താവിൽ നിന്ന് ആ ഒരു സ്നാനം ഏറ്റാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പാപത്തെ മാഞ്ഞു കിട്ടണമെങ്കിൽ എന്താണ്, കർത്താവിൽ നിന്ന് മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത് മനം തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ മനം തിരിയുക എന്ന് പറയുന്നത് ആ സെയിം കാര്യമാണ്, കർത്താവിലേക്ക് തിരിയുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അതല്ല, ഇനി നമ്മൾ അവൻ്റെ മകളായി അല്ലെങ്കിൽ അവൻ്റെ മകനായിട്ട് പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതമാണ് പിന്നെ അവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം എടുത്ത് നോക്കുക, കർത്താവ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ ആദ്യമേ പ്രസംഗിച്ചത് എന്താണ്, ഒരു പാവങ്ങൾ മാഞ്ഞു കിട്ടാൻ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക, അല്ലെങ്കിൽ സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുക. ഇത് തന്നെയാണ് അവൻ്റെ അപ്പോസ്തലന്മാരോട് മുഖാന്തരവും അവൻ പ്രസംഗിച്ചത്. അപ്പോൾ കർത്താവിലേക്ക് തിരിയുക എന്നുള്ളത് ഭാവമോചനം പ്രാപിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പത്രോസ് ലുദിയ പട്ടണത്തിൽ 8 വർഷമായിട്ട് ഒരു തളർവാദപ്പെട്ട ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നത്. അപ്പോൾ അവൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാണുകയിലാണ് അവൻ കർത്താവിലേക്ക് തിരിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9:35 നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അന്തിയോക്യ, കുപ്രോസ്, സുറിയ എന്നിവിടങ്ങളിൽ എന്താണ്, യൗവനക്കാരോട് സുവിശേഷം അറിയിക്കുകയാണ് കർത്താവ്. അപ്പോൾ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിയുന്നു. ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11:21 എടുത്താൽ ഇതെല്ലാം എന്താണ്, ആ തിരിയൽ സംഭവിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളും നമ്മുടെ പാപങ്ങളെ മോചനത്തിനായി നമ്മൾ എന്ത് ചെയ്യണം, ക്രിസ്തുവിലേക്കാണ് തിരിയേണ്ടത്. അപ്പോൾ വചനത്തിലേക്കാണ് നമ്മൾ നമ്മുടെ മനസ്സ് സമർപ്പിക്കേണ്ടത്. അവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളും ജീവിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥമായി നമ്മൾ മാനസാന്തരപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ പാപങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു യഥാർത്ഥ പാപമോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് നമുക്ക് ഇതിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.